പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വയനാട്ടിൽ ജീവനൊടുക്കിയ DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. സുൽത്താൻ ബത്തേരിയിലെ UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണന്റെ പ്രചരണത്തിനായി പ്രിയങ്ക ഗാന്ധി നാളെ എത്തും. അപ്പോൾ ഉപവസിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കുകയാണ്. കേസിൽ പ്രതിയായ IC ബാലകൃഷ്ണന് സീറ്റ് നൽകി എന്നും പ്രിയങ്ക ഗാന്ധിയുടെ നീതികേട് പൊറുക്കാൻ കഴിയാത്തതെന്നുമാണ് NM വിജയന്റെ കുടുംബം പറയുന്നത്. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ അത്രയും വലിയൊരു വ്യക്തി നമ്മളുടെ വീട്ടിൽ വന്ന് നമുക്ക് തന്ന ഉറപ്പാണ് കുറ്റാരോപിതരെ മാറ്റി നിർത്തും, പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ പാർട്ടി ഉണ്ടായിരുന്നില്ല. അവർ ഞങ്ങളെ എന്തോ മാറ്റി നിർത്തി ഈ കുറ്റം ചെയ്തു എന്ന് പ്രതി ചേർക്കപ്പെട്ട ആളെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇതുവരെയുള്ള പോക്കുണ്ടായിരുന്നത്. അതേ വ്യക്തിക്ക് വേണ്ടി തന്നെ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരാൾ നേരിട്ട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുമ്പം ഞങ്ങൾ അച്ഛനോടുള്ള നീതി നിഷേധം തന്നെയാണിത്. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്ന നല്ലവരായ കോൺഗ്രസ്സുകാർ ഇന്നും ബത്തേരി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ഇതിനൊരു മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അച്ഛന് അവസാനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇത് തന്നെ ഉള്ളൂ. അച്ഛൻ്റെ അനിയൻ്റെയും മരണത്തിന് ഉത്തരവാദികളെ പിന്നെയും ബത്തേരിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാളിദാസൻ ദേവദത്തം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാളിദാസൻ, നമ്മൾ കണ്ടതാണ് ഇത് നേരത്തെ തന്നെ IC ബാലകൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ കുടുംബം ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ കേസിൽ ഈ വിഷയത്തിൽ പ്രതിയായ ഒരാൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ കുടുംബം എങ്ങനെയാണ് അവരുടെ ഒരു പ്രതിഷേധം നാളത്തേക്ക് അവർ ആസൂത്രണം ചെയ്യുന്നത്? ഏത് രീതിയിൽ പ്രതിഷേധിക്കാനാണ് അവരുടെ ഒരു തീരുമാനം? സ്മിത, തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധ സ്വരവുമായി NM വിജയന്റെ കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ പ്രിയങ്ക ഗാന്ധി സുൽത്താൻ ബത്തേരി UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണന്റെ പ്രചരണത്തിനായി ബത്തേരിയിൽ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു സമയം തങ്ങൾ ഉപവാസത്തിലിരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. NM വിജയന്റെ മകൻ വിജേഷും മരുമകൾ പത്മജയുമാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ IC വിജയന്റെ പേര് IC വിജയൻ തന്നെയായിരിക്കും ബത്തേരിയിലെ UDF സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെ ഏറെക്കുറെ തീരുമാനമായ ഒരു നിമിഷത്തിൽ പോലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരായ ഒരു പ്രതിഷേധ സ്വരം അടക്കം ഈ കുടുംബം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് IC ബാലകൃഷ്ണന്റെ പേര് ഉറപ്പിച്ചപ്പോൾ പോലും പിന്നീട് ഒരു നടപടി പോലും തങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പ്രിയങ്ക ഗാന്ധി തങ്ങളെ വന്ന് കണ്ടതാണ്, തങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഈ കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് അത്രത്തോളം ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും എന്തുകൊണ്ട് IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഒരു ചോദ്യമൊക്കെ തന്നെ പിന്നീട് ഉയർത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ കുട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വോട്ടെടുപ്പാണ്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾ ഉപവാസത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ UDFനെ ബാധിക്കും. സുൽത്താൻ ബത്തേരിയിലെ വോട്ടർമാർ ചിലപ്പോൾ IC ബാലകൃഷ്ണനെ എതിരായേക്കും എന്നുള്ള സൂചനകൾ വരെ നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ NM വിജയന്റെ കുടുംബത്തിന്റെ ഈ ഒരു പ്രതികരണം. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.